everyone. Hello everyone. According to the ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്നത്തെ ടൈറ്റിൽ ദാറ്റ് ഈസ് ഈ വീഡിയോ പ്രേക്ഷകർക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത് പ്രേക്ഷകർക്കുള്ളതാണ്. ബിക്കോസ് എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അതാണിവിടെ നോക്കാൻ പോകുന്നത്. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ആൻഡ് ക്രിസ്റ്റൽസ് ബുക്ക് ചെയ്യേണ്ട പ്രേക്ഷകർക്കും സെയിൽസ് ടീം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എവിടെ പിക്കപ്പ് കാർഡ് റീഡിങ്സ് ആണ് ഞാൻ ഇടാറുള്ളത്. അത് കണ്ടു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കും തന്നിട്ടുണ്ട്. ഓൾ റൈറ്റ്, സോ ലെറ്റ്സ് സീ എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യം, എന്ത് അർജൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാര്യം ആണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സോ ആദ്യം കാർഡ്സ് എടുത്ത് വെക്കുകയാണ്. ആൻഡ് ദെൻ ഐ റീഡ്. 4 of Swords, Page of Swords, the Emperor, Eight of Cups, and the Hanged Man. എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രേക്ഷകരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ഏസ് ഓഫ് സ്വോർഡ്സ്, 2 of Pentacles, 8 of Pentacles, Ace of Pentacles. വെൽ, ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ്. 10 of Wands. All right. Okay. And under the deck ആണ് the Temperance. All right. So ഇതിവിടെ നമുക്ക് സെൻറ്ററിൽ വെക്കാം. സോ എന്ത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രേക്ഷകരുടെ അടുത്ത് വരുന്നത്? ഇത്രയും നാളും പ്രേക്ഷകർ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, ഓക്കെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഔട്ട്സൈഡ് നെഗറ്റിവിറ്റി ഏരിയ അനുഭവിക്കുന്ന പ്രേക്ഷകരാണ്. ഓക്കെ, ആ ഒരു ഔട്ട്സൈഡ് നെഗറ്റിവിറ്റിയിൽ നിന്നോ ഇത്രയും നാളും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, അത് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യത്തിൽ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ഒരാൾ വന്ന് പറഞ്ഞു തരികയല്ല, പക്ഷെ ഒരു ജനറൽ ടോക്ക്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴോ, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങളുടെ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സിറ്റുവേഷന് സൊല്യൂഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്തെടുക്കാം, ഓർ നിങ്ങളുടെ സറൗണ്ടിങ് നെഗറ്റിവിറ്റി എങ്ങനെ, ആ നെഗറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താം. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ പല പ്രേക്ഷകരായതുകൊണ്ട് പല കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എംപറർ കാർഡാണ് വരുന്നത്. നിങ്ങളുടെ പവറിൽ നിൽക്കൂ. ഓക്കെ, നിങ്ങളുടെ പവറിൽ നിൽക്കൂ. ദാറ്റ് മീൻസ് എവിടെ പ്രേക്ഷകർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല, അവിടെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യും. നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ വളരേണ്ടത്. ഈ എംപറർ കാർഡ്, ഓക്കെ, ഈവൻ തോ ഈ എംപറർ കാർഡിലെ ഫേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറെ ടെൻഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് അടുത്ത് നടക്കാൻ പോകുന്നത് എന്നതറിയില്ല. ഓക്കെ, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല, പക്ഷേ ആൾ വളരെ സ്റ്റേൺ ആണ്. ഓക്കെ, എന്ത് വന്നാലും ഞാൻ നേരിടും. ഓക്കെ, സോ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ വരണം, പെർട്ടിക്കുലർലി നിങ്ങളുടെ ഫേസിൽ വരണം. ഓക്കെ, നിങ്ങളുടെ ഫേസിൽ ആ കോൺഫിഡൻസ് ഉണ്ടാകണം. പല പ്രേക്ഷകരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റ്ലി ആണ്, പക്ഷേ ആ കോൺഫിഡൻസ് നിങ്ങളുടെ ഫേസിൽ കാണിക്കുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ ഫേസ് ആൾക്കാർ നോക്കുമ്പോൾ ഈവൻ തോ നിങ്ങൾ കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റ്ലി ആണ് ചെയ്യുന്നത്, പക്ഷെ നിങ്ങളുടെ ഫേസിലൊരു പേടി, നിങ്ങളുടെ മുഖത്ത് ആ പേടി അതവിടെ നിലനിൽക്കുന്നത്, അത് മാറ്റി തുടങ്ങും. അതിന് മിറർ വർക്ക് ചെയ്യാൻ തുടങ്ങും. മിറർ ദാറ്റ് ഈസ് ഒരുങ്ങുമ്പോൾ, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ
ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, അത് അഫർമേഷനായിട്ട് പറയൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളിൽ ശ്രദ്ധിക്കൂ, നിങ്ങളുടെ മുഖത്തെ ശ്രദ്ധിക്കൂ. നിങ്ങൾ ആ ഒരു മുഖത്തെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണപ്പെടുന്നത്, അത് ശ്രദ്ധിക്കൂ. സോ ഇവിടെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഫേസ് ആണ്. എത്ര കോൺഫിഡൻസ് നിങ്ങളുടെ ഫേസിൽ വരുന്നു, നിങ്ങളുടെ മുഖത്ത് വരുന്നു, അത്രയും കോൺഫിഡൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർക്കും വരും, ആൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും വരും. സോ ഈ കാര്യം ആണ് ഇനി വരാൻ പോകുന്നത്. ഈ കോൺഫിഡൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. വൺസ് നിങ്ങൾ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ പ്രശ്നമായിട്ട് തോന്നില്ല. ഓക്കെ, നൗ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം വരാൻ പോകുന്നത് നിങ്ങൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത ഒരു സ്റ്റെപ്പ് കയറാൻ പോകുകയാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് അൺനോൺ. ഓക്കെ, നിങ്ങൾ അറിയാൻ പോകുന്നില്ല എപ്പോൾ എന്ത് നിങ്ങൾ ചെയ്യുന്നു. സഡൻലി നിങ്ങളൊരു സ്പിരിച്വൽ കാര്യം ചെയ്യാൻ തുടങ്ങും. ചിലർ പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആദ്യമേ അത് ആലോചിച്ച് നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക, ടൈം ഫിക്സ് ചെയ്യുക, ആൻഡ് അങ്ങനെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഇവിടെ ഇതൊന്നും ഇല്ലാതെ സഡൻലി നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ കാര്യം പഠിക്കാൻ തുടങ്ങും. ആയത് നിങ്ങളതൊരു റിച്വൽ ആയിരിക്കാം, കപ്സ് ആണ് കാണിക്കുന്നത്. സോ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ശരിയാവുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എടുത്ത് നിങ്ങൾ അതിലേക്ക് മുഴുങ്ങുന്നതാകാം. ഓർ ഒഫീഷ്യലി നിങ്ങളൊരു ഒക്കൾട്ട് സയൻസ് പഠിക്കാൻ പോകുന്നതാകാം. ഓക്കെ, പക്ഷെ അത് സഡൻലി ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഓൾ റൈറ്റ്, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് മൂൺ ആൻഡ് സൺ രണ്ടും നൽകുന്നുണ്ട്. സോ ബേസിക്കലി നിങ്ങളുടെ ചാർട്ടിൽ മൂൺ പൊസിഷൻ ആൻഡ് സൺ പൊസിഷൻ സ്ട്രോങ് ആകുകയാണ്, അല്ലെങ്കിൽ ബാലൻസ് ആകുകയാണ്. ബാലൻസ് അല്ലായിരുന്നെങ്കിൽ ബാലൻസ് ആകാൻ പോകുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി അൺനോൺ ആയിരിക്കും ഈ കാര്യം. ദെൻ ഏസ് ഓഫ് സ്വോർഡ് ആൻഡ് ടു ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. ക്ലാരിറ്റി വളരെയധികം വരാൻ പോകുകയാണ്. ചില പ്രേക്ഷകരുടെ ക്രൗൺ ചക്ര ഡെവലപ്പ് ആകുകയാണ്. ക്രൗൺ ചക്രയിൽ ബ്ലോക്സ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ക്രൗൺ ചക്രയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ, ദാറ്റ് ഈസ് യെസ്, നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ പണത്തിൻ്റെ സോഴ്സ് നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുകയാണ്. നൗ പണം, ദാറ്റ് ഈസ് ജോലി സംബന്ധമായിട്ടല്ല, പക്ഷെ നിങ്ങൾ വീട്ടിൽ തന്നെ ഏറെ സ്ട്രഗിൾ ചെയ്യാണ്. പല റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ മേലിലുണ്ടെങ്കിൽ പോലും ഈ റെസ്പോൺസിബിലിറ്റീസിലും നിങ്ങൾക്ക് നിങ്ങളുടെ ശാന്തി, നിങ്ങളുടെ സമാധാനം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. മണി സോഴ്സസ് വരുന്ന പ്രേക്ഷകർ, അല്ലെങ്കിൽ മണി സോഴ്സസ് തേടുന്ന പ്രേക്ഷകർ, ദാറ്റ് ഈസ് എനിക്ക് ഇത്രയും കൂടി സാമ്പത്തികം ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് ജോലി നിങ്ങളെ സ്റ്റെബിലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോയിൻസ് ഈ വാളിലാണ്. ഓക്കെ, ആൻഡ് വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു വ്യക്തി ജോലി ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി, ദാറ്റ് ഈസ് ഈ ഒരു സ്റ്റെബിലിറ്റി പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകില്ല. നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങളുടെ കയ്യിൽ സേവിങ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങൾ രക്ഷപ്പെടും. ഓക്കെ, സാമ്പത്തികമായിട്ട്. ഓക്കെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നത്. ഡിവൈൻ ഗ്രേസ് ഏറിയുള്ള പ്രേക്ഷകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡിവൈൻ ഇൻ്റർവെൻഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഏസ് ഓഫ് സ്വോർഡ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയത്. ഓക്കെ, ആൻഡ് ഇവിടെ ക്ലോവിനെയാണ് കാണിച്ചിരിക്കുന്നത്. സോ 100% നിങ്ങളുടെ ലൈഫിൽ ലക്ക്, ഓക്കെ, ലക്ക് സ്ട്രോങ് ആകുകയാണ്. സോ ലക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഭാഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രേക്ഷകർ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നേർച്ചകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ദേവാലയങ്ങളിൽ നേർച്ചകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫലിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് വളരെ വളരെ ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തരും. ഈവൻ ഇതുവരെ നടക്കാത്ത മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ഇത് ഏസസ് ആണ്. ഓക്കെ, ഉടനടി നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ കാണില്ല. ഇത് ഏസസ് ആണ്, തുടക്കമാണ്. ഈ തുടക്കത്തെ വലുതാക്കേണ്ടത് പ്രേക്ഷകരാണ്.
ഓക്കെ. സോ ഈ വരുന്ന ഈ ക്ലാരിറ്റി നിലനിർത്തേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് ഈസ് ക്രൗൺ ചക്ര സപ്ലിമൽ അല്ലെങ്കിൽ ക്രൗൺ ചക്ര ഹീലിംഗ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഓക്കെ. ആൻഡ് ഈവൻ ഈ സോഡിലും ക്ലോവിൻ്റെ അടയാളമാണുള്ളത്. ഓക്കെ. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എഗെയിൻ ഈ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി ചെറിയ കാര്യമാണ്. അതിൽ ഹാർഡ് വർക്ക് ഇട്ട് ഏറെ വർക്ക് ചെയ്ത് ഇത് നിങ്ങൾ വളർത്തേണ്ടതാണ്. ഓൾറൈറ്റ്. നൗ 10 ഓഫ് വോൺസ് ആണ്. ഇതിലേറെ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ എത്ര ജോലികൾ, എത്ര സ്ട്രഗിൾസ് നിങ്ങൾക്കുണ്ടോ അതിലൂടെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ട്. ദാറ്റ് ഈസ് മൾട്ടി ടാസ്കിങ് നിങ്ങളുടെ ഒരു എബിലിറ്റിയാണ്. മൾട്ടി ടാസ്കിങ് നിങ്ങളുടെ കഴിവാണ്. ഈ മൾട്ടി ടാസ്കിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ വരുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയെയും വളർത്തി എടുക്കാവുന്നതാണ്. ഓക്കെ. ഇത് നിങ്ങളുടെ ബാക്ക് ബോൺ സ്ട്രോങ് ആക്കി തരും. ബാക്ക് ബോൺ ഇൻ ദ സെൻസ് സൊസൈറ്റിയിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിമാനം അതിന് ചോദ്യം ഉയർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഡീഫെയിം ചെയ്യാൻ നിങ്ങളുടെ പേരിനെ ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ അവരുടെ മുന്നിൽ വലുതാക്കി തരും. ഓക്കെ. സോ ഈ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്രേക്ഷകരുടെ ലൈഫിൽ വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്. ലീവ്, യു ഗോ ഫസ്റ്റ്, ദ യൂണിവേഴ്സ് വിൽ ക്യാച്ച് യു. സോ ഇവിടെ പറയുന്നത് ജസ്റ്റ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. ഓക്കെ. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങളുടെ ദൈവങ്ങളെ ട്രസ്റ്റ് ചെയ്യൂ ആൻഡ് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ എടുക്കൂ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൂ. ആൻഡ് ടെമ്പറൻസ് കാർഡ് ഇവിടെ നോക്കിയില്ല. ടെമ്പറൻസ് കാർഡ് വരുന്നത് ദാറ്റ് നിങ്ങൾക്ക് ഓവറോൾ ബാലൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങൾ വളരെ 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 ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ ബാലൻസിലായിരിക്കും. ഓക്കെ. നിങ്ങൾ വളരെയധികം പീസാണ് നിങ്ങളുടെ ജീവിതത്തിൽ, സമാധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സോ ഫെയ്ത്ത് വെക്കൂ, ട്രസ്റ്റ് വെക്കൂ. കീപ്പേഴ്സ് ഓഫ് ദി എർത്ത്, യു ആർ നോട്ട് എലോൺ. ഏൻഷ്യൻ്റ് ആൻസിസ്റ്റേഴ്സ് സ്റ്റാൻഡ് ബിസൈഡ് യു. ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ പൂർവികർ. ആൻഡ് പൂർവികർ ഏതാണ്? ഏൻഷ്യൻ്റ് പൂർവികരാണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ മുത്തച്ഛന്മാരുടെ മുത്തച്ഛന്മാർ, മുത്തശ്ശിമാരുടെ മുത്തശ്ശിമാർ, അവരാണ് നിങ്ങൾക്കൊപ്പമുള്ളത്. സോ എത്രത്തോളം നോളജ്. ഓക്കെ. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ആൻസസ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാൻഡ് പേരൻസ്, അവരിൽ നിന്നും ഏറെ നോളജ്, ഏറെ വിദ്യ, ഏറെ വിവരങ്ങൾ പഴയകാല ആൻസിസ്റ്റേഴ്സിനായിരുന്നു ഉള്ളത്. ഓക്കെ. അവരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളിൽ പല പ്രേക്ഷകരും ആൻസിസ്ട്രൽ വിസ്ഡം നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ DNA, ആ ഒരു DNA ആക്റ്റീവാണ്. ഓക്കെ. One more card, please. Warrior woman, have you answered your deepest calling? ചില പ്രേക്ഷകർക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് ഈസ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ. പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. ബട്ട് വൺ തിങ്, ഒറ്റയൊരു കാര്യം, നിങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷ് എന്താണ്? ഓക്കെ. അത് ചോദിക്കൂ. ആരോട് ചോദിക്കണം? നിങ്ങളുടെ ഹയർ സെൽഫിനോട് ചോദിക്കണം. ഓക്കെ. നിങ്ങളുടെ ഹയർ സെൽഫിനോട് ചോദിക്കൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുന്നതാണ്. ആൻഡ് ഗോ വിത്ത് ദാറ്റ്. ഓക്കെ. ആ ഓപ്പർച്യൂണിറ്റി, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ സെൽഫ് ഓപ്പൺ ചെയ്യാൻ. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കഴിവുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ, വളർത്താൻ. ഓക്കെ. ആ കഴിവിനെ വളർത്തി എടുക്കൂ. ആൻഡ് എന്താണോ നിങ്ങളുടെ ഡീപ്പസ്റ്റ് കോളിംഗ്, എന്താണ് നിങ്ങളുടെ ഡീപ്പസ്റ്റ് ആഗ്രഹം, അതിനെ നടപ്പാക്കൂ എന്നതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ ഗൈസ്. സോ ഇതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വെക്കുക. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.